Good morning. Good morning, ma'am. Good morning. Yeah, very good morning. And then hospital information system basic. ആ ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്? എന്തായിരുന്നു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പറയൂ. ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റമാണ്. ക്ലിനിക്കൽ പ്രോസസ്സ് എന്താണ് ഹാൻഡിൽ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസി. ഓക്കെ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ലാബുമായി ബന്ധപ്പെട്ടത്, ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫാർമസി മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റൽസിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഭരണപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അതിന്റെ കമ്പോണൻസ് പഠിച്ചു. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. എന്തായിരുന്നു അതിൽ പഠിച്ചത്? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് അല്ലെ, ഓൺലൈൻ ഒരു പുതിയ പഠനപ്രകാരം 68% ഓഫ് പീപ്പിളും പ്രിഫർ ചെയ്യുന്നത്, അതായത് പേഷ്യന്റും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. എങ്ങനെയാണ്? ഓൺലൈൻ ത്രൂ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ആ ഒരു മെത്തേഡാണ് അവര് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ എന്തായിരുന്നു പഠിച്ചത്? പേഷ്യന്റ് മാനേജ്മെന്റ്. എന്തായിരുന്നു അത്? പേഷ്യന്റ് മാനേജ്മെന്റ് ഇൻപേഷ്യന്റ് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ. വെരി ഗുഡ്. എന്താണ്? അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഡിസ്ചാർജ് വരെയുള്ള പേഷ്യന്റുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യുക, അതേപോലെ ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. സോ പേഷ്യന്റ് മാനേജ്മെന്റിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ഫെസിലിറ്റി മാനേജ്മെന്റ്. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയാണ്? എന്തൊക്കെ ഫെസിലിറ്റീസിന് വേണ്ടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? ബെഡ് അവൈലബിലിറ്റി. ബെഡ് അവൈലബിൾ ആണോ? ഇപ്പൊ പേഷ്യന്റ് ആണെങ്കിൽ അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബെഡ് അവൈലബിൾ ആണെങ്കിൽ റൂം അവൈലബിൾ ആണോ എന്നൊക്കെ അറിയണം, വേണ്ടേ? അപ്പൊ അതിനുള്ള ആൻസർ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും വിവിധ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അത്തരം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ എന്തായിരുന്നു? സ്റ്റാഫ് മാനേജ്മെന്റ്. സ്റ്റാഫ് മാനേജ്മെന്റിൽ എന്താ പഠിച്ചത്? ഓവർസീ ആയിട്ട് സ്റ്റാഫുകളെ ഓവർസീ ചെയ്യുന്നതിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. HR ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? അവർ വരുന്ന ടൈം ആണെങ്കിലും പോകുന്ന ടൈം ആണെങ്കിലും ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്? ഒരു സ്റ്റാഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഫ്യൂ ക്ലിക്സിലൂടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയുന്നതാണ്. സോ സ്റ്റാഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ വരെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാഫ് മാനേജ്മെന്റ്? ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ നോക്കിക്കോളൂ, സപ്ലൈ മാനേജ്മെന്റ്. Supply management. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time or a minor delay in refill can lead to severe results. ഒരു ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് മെഡിസിൻസ് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? അപ്പൊ മെഡിക്കലിന്റെ ഈ മെഡിസിൻസിൽ ഷോർട്ടേജ് വരുന്നത് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹോസ്പിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ റൈറ്റ് ടൈമിൽ മെഡിസിൻ അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തീരുന്നതിനനുസരിച്ച് മെഡിസിൻസ് റീസ്റ്റോക്ക് ചെയ്യേണ്ടതും റീഫില്ല് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. The supply management factor of the HMS tracks the availability of medical stocks. സോ ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈ മാനേജ്മെന്റ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്.
ചാപ്റ്റർ നമ്പറോ? ഓക്കെ, നോക്കട്ടെ. ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ ആണോ? കിട്ടിയോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. നോക്കിക്കോളൂ. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റൽസില് മെഡിസിൻസ് എപ്പോഴും സ്റ്റോർ ചെയ്തിരിക്കണം. അതിന്റെ ഷോർട്ടേജോ അല്ലെങ്കിൽ എന്താണ്, അത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി സപ്ലൈ മാനേജ്മെന്റ് എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതായത് എന്താണ്, it helps you to determine the minimum quantity of supplies required without any hassles. It records the purchase date, quantity consumed and supplier details. അതായത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്തെല്ലാം കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, സപ്ലൈയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ഡേറ്റ്, ഇപ്പൊ സപ്ലൈസ് മെഡിസിൻ ആണെങ്കിലും മറ്റ് എക്യുപ്മെന്റ്സ് ആണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അവരിൽ നിന്നും വാങ്ങുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സപ്ലയർ ഡീറ്റെയിൽ, ആരിൽ നിന്നാണ് വാങ്ങുന്നത് ആ സപ്ലയറിന്റെ ഡീറ്റെയിൽ എന്താണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഇനി എപ്പോഴാണോ പർച്ചേസ് ഡേറ്റ് വരുന്നത് അത് കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? This way, you can calculate or forecast the next purchase and recorder before the stock goes short. So, ഇതിലൂടെ എന്താണ്, സ്റ്റോക്ക് മെഡിസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സിന്റെ ആണെങ്കിലും സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ അത് റീഫില്ല് ചെയ്യാനായിട്ട്, അത് റീഫില്ല് ചെയ്യേണ്ട ഡേറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ക്ലിയർ ആണോ? It also provide the details of the medicine available so that doctors can prescribe the ones in stock. ഇനി അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ്? ഇപ്പൊ ഡോക്ടേഴ്സ് ആണ് നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഏത് മരുന്നാണോ ഏത് മെഡിസിൻ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ എത്രയാണല്ലോ, ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈ മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? സപ്ലൈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? മെഡിസിൻ റൈറ്റ് ടൈമിൽ തന്നെ പറയൂ, എന്താണ്? മെഡിസിന്റെ ഷോർട്ടേജ് ഹോസ്പിറ്റലിൽ വരാതെ സപ്ലൈ മാനേജ്മെന്റിലൂടെ മെഡിക്കലിന്റെ സ്റ്റോക്ക് ട്രാക്ക് അവൈലബിലിറ്റി ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ. പർച്ചേസ് ഡേറ്റ്, ക്വാണ്ടിറ്റി, സപ്ലയർ ഡീറ്റെയിൽസ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഇത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തായിരിക്കാം? മെഡിസിന്റെ ഷോർട്ടേജ് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്, റീഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഡേറ്റ് അതിൽ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇന്ന ഡേറ്റിൽ എന്താണ് റീപർച്ചേസ്, വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കും. സോ ഈസിലി എന്താണ് അത് റീഫില്ല് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ടല്ലോ, എന്തായിരുന്നു? ഡോക്ടേഴ്സിനെ ഹെൽപ്പ്. ഏത് രീതിയിലാണ് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ സ്റ്റോക്കിലുണ്ടോ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ സപ്ലൈ മാനേജ്മെന്റ്? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ മെഡിസിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതായത് ഹോസ്പിറ്റൽസിലെ ധനപരമായ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. The financial management factor of an HMS deals with the financial affairs of your hospital. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? എന്താണ് ഹോസ്പിറ്റലിലെ സാമ്പത്തിക കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇറ്റ് ഇവാലുവേറ്റ്സ് stores and present the billing information to the patients.
ഇനി പേഷ്യന്റിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് പേഷ്യന്റിന് ഹാൻഡ് ഓവർ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ്, it also record the expense incurred by the hospital, revenue data and other financial detail of the hospital. ഇത് കൂടാതെ എന്താണ്, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഹോസ്പിറ്റൽസിന്റെ എക്സ്പെൻസ്, വരവ്, അതേപോലെ റവന്യൂ, എന്താണ് മീൻസ് എക്സ്പെൻസ്, ചെലവ്, അതേപോലെ തന്നെ വരുമാനം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കീപ്പ് ചെയ്യുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. This consolidation saves you the trouble of analyzing an enormous pile of record books. ഓക്കെ, അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്നതിന് മുന്നേ, അതായത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആകുന്നതിന് മുൻപേ ഏത് മെത്തേഡിലായിരിക്കാം ഇത്തരം ഈ എക്സ്പെൻസും റവന്യൂ ഒക്കെ മീറ്റ് ചെയ്തിരുന്നത്? സ്ക്രീൻ, ഓക്കെ റിജു, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? ഈ ഒരു റെക്കോർഡ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വരുന്നതിന് മുന്നേ ഫയലിലായിരുന്നു ഇത്തരം കാര്യങ്ങൾ കീപ്പ് ചെയ്തിരുന്നത്, അല്ലേ? ഇത് റെക്കോർഡ് ചെയ്തിരുന്നത് ഫയലിലായിരുന്നു. സോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ഓരോ ഫയൽ എടുത്ത് എന്താണ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള എന്താണ് ഒരു പ്രോസസ്സാണ്. സോ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അത്തരത്തിലുള്ള എന്താണ് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അതായത് ഇനോർമസ് പൈൽ ഓഫ് റെക്കോർഡ് ബുക്സ്, ധാരാളം ഫയലുകൾ, ഒരു ഫയലിന്റെ കൂമ്പാരം തന്നെ ഉണ്ടായിരിക്കും. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലാണ് സ്റ്റോർ ചെയ്തിരുന്നത്, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ വന്നതോടുകൂടി ആ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തായിരുന്നു അതിൽ പഠിച്ചത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ്. പേഷ്യന്റിന്റെ ബില്ലിങ്, അതുപോലുള്ള കാര്യങ്ങൾ. കൂടാതെ ഹോസ്പിറ്റലിലെ ഇൻകം ആൻഡ് എക്സ്പെൻസസ്, റവന്യൂ അനലൈസ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? Then 7th one, ഇൻഷുറൻസ് മാനേജ്മെന്റ്. ഇൻഷുറൻസ് മാനേജ്മെന്റ്. സോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡീൽ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ആൻഡ് HMS, Insurance Management Component, records and stores patients' insurance details. On requirement, it presents the policy number, insurance company, and other related information. The software makes it easy to retrieve these details, making insurance validation easier. ഇനി ഇൻഷുറൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്താണ് ഒരു പേഷ്യന്റിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെക്കോർഡുകൾ സ്റ്റോർ ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, ആ ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, അതായത് പോളിസി നമ്പറോ ഇൻഷുറൻസ് കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, അപ്പോൾ എന്താണ് അത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? സോ ഇൻഷുറൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് 8th one എന്താണ്? 8th one, ലബോറട്ടറി മാനേജ്മെന്റ്. ലാബിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം? ലബോറട്ടറി മാനേജ്മെന്റ്. The laboratory management features shows the details of different lab tests patient takes. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കറിയാം പേഷ്യന്റിന് ധാരാളം ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി എഴുതി കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പൊ അത്തരം ഡീറ്റെയിൽസ് കാണിക്കുന്നതിന് വേണ്ടി, അത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് വെൻ നീഡഡ് ആൻഡ് മെയിൻറ്റെയിൻസ് ഓൾ റെക്കോർഡ്സ് കളക്റ്റീവ്ലി. The doctors can easily access it. It also notifies the doctor and the patient when the results are ready. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് മുൻപ് എങ്ങനെയായിരുന്നു? നമുക്ക് ഡോക്ടർ എന്താണ് ലാബ് ടെസ്റ്റ് എഴുതി തരും, അത് നമ്മൾ ലാബിൽ കൊണ്ടുപോയി കൊടുക്കും, ഹോസ്പിറ്റലിൽ തന്നെ ലാബിൽ കൊടുക്കും, അവിടെ നിന്ന് എന്താണ് അതിന്റെ റിപ്പോർട്ട് തരും, അതുമായിട്ട് അതിന്റെ ഫയലുമായിട്ട് ഡോക്ടറിന്റെ റൂമിലേക്ക് ചെല്ലുക, ആ ഒരു പ്രോസസ് ആയിരുന്നു, അല്ലേ?
പക്ഷെ ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടുകൂടി എന്താണ്, നമ്മൾ റിപ്പോർട്ട്സ് ആ ഒരു എന്താണ് ആ സാമ്പിൾ അവിടെ കൊടുക്കുക, അതിന്റെ റിപ്പോർട്ട് ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താണ് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി പേഷ്യന്റിനാണെങ്കിലും എന്താണ് ഇത്തരം ലാബ് റിപ്പോർട്ടുകൾ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ പുറത്തൊരു ലാബിൽ പോയാലും ഇത്തരം ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ വരാറില്ലേ ഫോണിലേക്ക്? നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതേപോലെ ഹോസ്പിറ്റലിനുള്ളിലും എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഇത്തരം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ക്ലിയർ ആണോ ഇത്? ലബോറട്ടറി മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയും മിസ്സേ. നമ്മൾ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി ലാബുകളിലെ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട എന്താണ് റിസൾട്ടുകൾ കാണിക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഡോക്ടേഴ്സിനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം ഡാറ്റാസ് എന്താണ് അതിൽ റെക്കോർഡ് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് ആ സാമ്പിളിന്റെ റിസൾട്ട് എന്താണ് ചെക്ക് ചെയ്യാനായിട്ട്, ആ ഒരു ഡാറ്റയിലേക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുകൂടാതെ തന്നെ എന്താണ് ഈ ലാബിന്റെ റിസൾട്ട് റെഡി ആയിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻസ് പേഷ്യന്റിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും അവരുടെ സൈറ്റിൽ എന്താണ് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ? ലബോറട്ടറി മാനേജ്മെന്റ്. Okay, and the 9th one, report management. Report management module records and stores all the reports generated by the hospitals. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രേഖകൾ, ഡോക്യുമെന്റ്സുകൾ, റിപ്പോർട്ട്സുകളൊക്കെ സ്റ്റോർ ചെയ്യാനും അതെന്താണ് റെക്കോർഡ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിലെ എല്ലാ റെക്കോർഡുകളും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയും അത് ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. In the case of financial reports, it verifies performance metrics to check the business profitability. ഇനി ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തികപരമായിട്ടുള്ള രേഖകളുടെ കാര്യത്തിലാണെങ്കിൽ, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ് അത് ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ അത് ചെക്ക് ചെയ്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത്, ഓക്കെ പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഈ ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ പ്രോഫിറ്റിലാണോ പോകുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നതാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫോമൻസ് റിപ്പോർട്ട്സ് ഫോർ ഡിഫറെന്റ് ഇയേഴ്സ് ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ദ റിപ്പോർട്ട്സ് അറ്റ് എനി ടൈം. ഇനി കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് വരെ എന്താണ് അതിൽ സ്റ്റോർ ചെയ്യാനായിട്ട്, കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഒരു കമ്പാരിസൺ നടത്താനായിട്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് എത്രയായിരുന്നു, ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയാണ്, സോ അത്തരം കാര്യങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട്, കമ്പാരിസന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഇനി എങ്ങനെയാണ് ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ദ റിപ്പോർട്ട്സ് അറ്റ് എനി ടൈം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അധികാരിക്ക്, ഇപ്പോൾ ഹോസ്പിറ്റൽസിന്റെ മാനേജ്മെന്റിനാണെങ്കിൽ ഏത് ടൈമിൽ വേണമെങ്കിലും ഇത്തരം ഡാറ്റാസ് റിട്രീവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, അതിലേക്ക് എന്താണ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. Besides, you can use healthcare dashboard to present in an easy to read format. അതുകൂടാതെ എന്താണ് ഹോസ്പിറ്റൽസിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എന്താണ് ഈസിലി റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, എത്ര ബെഡ് ഇപ്പൊ ആ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തു, അപ്പൊ ബെഡ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈസിലി അത് അവൈലബിൾ ആണോ എന്ന് കണ്ടെത്താനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിപ്പോർട്ട് മാനേജ്മെന്റിൽ പറയുന്നത്. എന്തൊക്കെയാണ് റിപ്പോർട്ട് മാനേജ്മെന്റ്? റിപ്പോർട്ട് പറയൂ മാം. എന്തോ ഒന്നുകൂടി പറയുമോ റിപ്പോർട്ട് മാനേജ്മെന്റ്? പറയാം.
അതായത് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സുകളും റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽസിലെ ഫിനാൻഷ്യൽ റെക്കോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള റെക്കോർഡുകൾ ആണെങ്കിലും അത് കീപ്പ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ഇനി പിന്നെ പറയുന്നത് എന്താ? ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ. ഓക്കെ, ഹോസ്പിറ്റൽസിന്റെ പ്രോഫിറ്റ്, എക്സ്പെൻസ് അതുമായി ബന്ധപ്പെട്ട രേഖകള് റെക്കോർഡ് ചെയ്യാനായിട്ട്, അത് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അത് ഹോസ്പിറ്റല് പ്രോഫിറ്റിലാണോ പോകുന്നത്, ഓക്കെ, അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പാരിസന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, അത് ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയാണ്, ഇതൊക്കെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി, കമ്പാരിസന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി എന്താണ് ഇത്തരം കമ്പാരിസൺ നടത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസിന്റെ മാനേജ്മെന്റിലെ ആർക്ക് വേണമെങ്കിലും ഈസിലി ഒരു ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഈ ഡാറ്റ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്തായിരുന്നു? ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ടൂൾ ആണ്. ഹോസ്പിറ്റൽസിലെ ഫംഗ്ഷൻസുമായി, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഈസിലി റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? റിപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിച്ചത്? റിപ്പോർട്ട് മാനേജ്മെന്റില് ഡോക്യുമെന്റ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ. ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യാനും ഓരോ വർഷത്തെ കമ്പാരിസൺ നടത്താനും കഴിയുന്നു. ഈസിലി ഡേറ്റ ആക്സസ് ചെയ്യാനും ഡേറ്റ ഈസിലി റീഡ് ചെയ്യാനും കഴിയുന്നു. ഓക്കെ, എന്താണ് കമ്പാരിസൺ നടത്തുന്നത്? ഹോസ്പിറ്റല് പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ റൺ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ കണക്കുകളും, എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും മുൻവർഷത്തെ അതുമായിട്ട് എന്താണ് കമ്പയർ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ഓക്കെ, ആൻഡ് 10th വൺ നോക്കിക്കോളൂ. വാക്സിനേഷൻ മാനേജ്മെന്റ്. A vaccination model keeps track of all the completed or upcoming vaccination. It updates you about upcoming vaccinations and books a slot with the doctor. It also sends timely reminders to parents to make sure they don't miss the slot. ഓക്കെ, ഇനി വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇനി എന്നാണ് വാക്സിൻ എടുക്കേണ്ടത്, ഓക്കെ, എത്ര വാക്സിൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, ഇനി എന്നാണ് ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എന്താണ് നമുക്ക് ലഭിക്കുന്നതാണ്, പാരന്റ്സിന് ലഭിക്കുന്നതാണ്. സോ അതനുസരിച്ച് എന്താണ് ആ കറക്റ്റ് ടൈമിൽ ബുക്ക് സ്ലോട്ട് ചെയ്തുകൊണ്ട് വാക്സിൻ എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? വാക്സിനേഷൻ മാനേജ്മെന്റ്, എത്ര വാക്സിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇനി എന്നാണ് വാക്സിനേഷൻ എടുക്കേണ്ടത്, ഓക്കെ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിമൈൻഡേഴ്സ് ഒരു ആ പേഷ്യന്റിന് ലഭിക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് മുൻകൂട്ടി അവർക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ വാക്സിനേഷൻ മാനേജ്മെന്റ് ക്ലിയർ ആണോ? And the last one ആണ് support management. Okay, support management. Support management നോക്കിക്കോളൂ. Patient satisfaction is one of the importance of any hospital. This segment records data like enquiries, complaints, requests and feedback from patients. It also ensures that they handle these requests and problems appropriately. സ്ക്രീൻ ഇപ്പൊ ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ ആണല്ലോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദി ഓക്കെ. സോ സപ്പോർട്ട് മാനേജ്മെന്റ്. Patient satisfaction is one of the importance for any hospital. ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും അവിടെ എത്തുന്ന പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരുന്ന പേഷ്യന്റ് ട്രീറ്റ്മെന്റിനാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എൻക്വയറീസിനാണെങ്കിലും വരുന്ന പേഷ്യന്റ് സംതൃപ്തിയോടുകൂടി മടങ്ങി പോകുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. This segment records data like enquiries, complaints, requests and feedback from patients. ഇനി ഈ സപ്പോർട്ട് മാനേജ്മെന്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതായത് പേഷ്യന്റിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എൻക്വയറീസ്, അതും അല്ലെങ്കിൽ അതും അവരുടെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നതിനെല്ലാം വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്.
It also ensures that they handle these requests and problems appropriately and at the earliest. Okay. അപ്പൊ ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസ് ആണെങ്കിലും എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. You can make automatic the feedback collections process to reduce the staff jobs load and everyone could fill out the feedback form. ഇനി ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയെ സംബന്ധിച്ചുള്ള ഫീഡ്ബാക്ക് പേഷ്യന്റിൽ നിന്നും ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സ്റ്റാഫ് ഇതിനു വേണ്ടി എന്താണ് എഫേർട്ട് ഇടേണ്ടതാണ് അല്ലേ. എല്ലാവർക്കും ഒരു ഫോം കൊടുക്കുക, അത് ഫില്ല് ചെയ്യുക, അതൊരു എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്, പ്രോസസ്സാണ് അല്ലേ. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അത്തരം സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ അതെന്താണ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഒരു ഫീഡ്ബാക്ക് സ്റ്റാർസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരില്ലേ. കണ്ടിട്ടില്ലേ അങ്ങനെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് തന്നെ എന്താണ് ജസ്റ്റ് ഒന്ന് ക്ലിക്കിലൂടെ എന്താണ് സ്റ്റാർസ് കൊടുക്കാവുന്നതാണ്, ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എന്താണ് ഹോസ്പിറ്റലുകളിൽ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്. ക്ലിയർ ആണോ? ഒരു 11 പോയിന്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ പേഷ്യന്റ് മാനേജ്മെന്റ്. പേഷ്യന്റ് മാനേജ്മെന്റ്, അതായത് അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഡിസ്ചാർജ് വരെയുള്ള പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ്. ഫെസിലിറ്റീസ്. ഹോസ്പിറ്റലിൽ ധാരാളം ഫെസിലിറ്റീസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഒക്കെ എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ സ്റ്റാഫ് മാനേജ്മെന്റ്. അതിലെന്താ പറയുന്നത്? സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിനുവേണ്ടിയും ഈ സോഫ്റ്റ്വെയർ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാക്ക് ചെയ്യുക, അവർ വരുന്ന ടൈമും പോകുന്ന ടൈമും ട്രാക്ക് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി, പഞ്ചിങ് മെഷീൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അത്തരം ഫെസിലിറ്റീസിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ദെൻ സപ്ലൈ മാനേജ്മെന്റ്. എന്താ സപ്ലൈ മാനേജ്മെന്റിൽ പഠിച്ചത്? മെഡിസിന്റെ ഷോർട്ടേജ്. മെഡിസിന്റെ ഷോർട്ടേജ് പറയൂ, കംപ്ലീറ്റ് ചെയ്യൂ. മെഡിസിന്റെ ഷോർട്ടേജ് റീഫിൽ ചെയ്യാനും സപ്ലൈ മാനേജ്മെന്റ് സഹായിക്കും. ഓക്കെ. എങ്ങനെ റീഫിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? നമ്മൾ പർച്ചേസ് ഡേറ്റ് എന്നാണ് മെഡിസിൻ പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ എന്നാണ് പർച്ചേസ് ചെയ്തത്, അത്തരം കാര്യങ്ങൾ എന്താണ് ഈ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അടുത്ത പർച്ചേസിംഗ് ഡേറ്റ് ആകുമ്പോഴേക്കും അതെന്താണ് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇന്ന ഡേറ്റിനുള്ളിൽ സ്റ്റോക്കുകൾ റീഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന്റെ ബേസിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റൽ അതോറിറ്റീസിന് കഴിയുന്നതാണ്. സോ അത്തരത്തില് സപ്ലൈ മാനേജ്മെന്റിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വേറെ എന്തിനാ യൂസ് ചെയ്യുന്നത്? പർച്ചേസ്, ക്വാണ്ടിറ്റി, കൺസ്യൂമർ. ഓക്കെ. സപ്ലൈ മാനേജ്മെന്റിന് വേണ്ടി അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിലെന്താ പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുന്നു. എന്തൊക്കെയായിരിക്കാം അത്? ബില്ലിങ്, പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ്? റവന്യൂ ഡേറ്റ. ഒരു ഹോസ്പിറ്റൽസിലെ റവന്യൂവുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനും അതേപോലെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനും എല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിലൂടെ എന്താണ് ഒരു ബെനിഫിറ്റ്? ടൈം എന്താണ് സേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. ഒരു ഇനോർമസ് പൈൽ ഓഫ് റെക്കോർഡ് ബുക്സുകളിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമുക്ക് ഒരു ക്ലിക്കിലൂടെ തന്നെ എന്താണ് ഇത്തരം ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയുന്നതാണ്. ദെൻ സെവൻത് വൺ എന്തായിരുന്നു? ഇൻഷുറൻസ് മാനേജ്മെന്റ്. ഇൻഷുറൻസ് മാനേജ്മെന്റിൽ എന്താണ്? ഒരു പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എല്ലാം മാനേജ് ചെയ്യുന്നു.
ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, അതിലെ ഡാറ്റാസ് എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, അത് റിട്രീവ് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ഓക്കെ, ദെൻ 8th വൺ എന്തായിരുന്നു? ലബോറട്ടറി മാനേജ്മെന്റ്. എന്താണ് അതിൽ പറയുന്നത്? ഡിഫറെന്റ് ലാബ് ടെസ്റ്റുകൾ എഴുതി കൊടുക്കുമ്പോൾ അത് ഈ സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കാരണം സ്റ്റോർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഡോക്ടേഴ്സിന് ഈസിലി ആക്സസ് ചെയ്യാൻ കഴിയുന്നു റിപ്പോർട്ട്സ്. ഓക്കെ, ദെൻ 9th വൺ എന്തായിരുന്നു? റിപ്പോർട്ട് മാനേജ്മെന്റ്. അതിലെന്താ പറയുന്നത്? റിപ്പോർട്ട് മാനേജ്മെന്റ് ഡോക്യുമെന്റ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യാനും ഓരോ ഇയറിലെ കമ്പാരിസൺ ചെക്ക് ചെയ്യാനും കഴിയുന്നു. ഈസിലി ഡേറ്റ ആക്സസ് ചെയ്യാനും ഡേറ്റ ഈസിലി റീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ റിപ്പോർട്ട് മാനേജ്മെന്റ്. എല്ലാ തരം ഒരു ഹോസ്പിറ്റൽസിലെ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും സ്റ്റോർ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 10th വൺ എന്താണ്? വാക്സിനേഷൻ മാനേജ്മെന്റ്. വാക്സിനേഷൻ മാനേജ്മെന്റ്. അതിലെന്താ പറയുന്നത്? വാക്സിനേഷൻ റിമൈൻഡ് ചെയ്യുന്നു. എന്നാണ് വാക്സിനേഷൻ എടുക്കേണ്ടത്, എത്ര വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ റിമൈൻഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പേഷ്യന്റിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ എന്താണ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ സപ്പോർട്ട് മാനേജ്മെന്റ്. സപ്പോർട്ട് മാനേജ്മെന്റ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ട് മാനേജ്മെന്റ് ഉപയോഗിച്ച് പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക്, എൻക്വയറി, റിക്വസ്റ്റ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതിന് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ടും ഈ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള് മാനേജ്മെന്റ് അതിന്റെ കമ്പോണൻസ് ആണ്. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? 11 കമ്പോണൻസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബെനഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഈ ഒരു HMS അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദി ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ എന്താണ് പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏത് രീതിയിലേക്ക് ആയിരിക്കാം? 59% of millennials are willing to switch doctors for better online access. And HMS will enhance communication between patients and hospitals by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. Okay, 59% മില്ലേനിയൽസും, അതായത് ഒരു ഈ ഒരു ജനറേഷന് മുൻപുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അതായത് ഇത്തരം സോഷ്യൽ മീഡിയാസ്, സ്മാർട്ട് ഫോൺ ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിന് മുൻപുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ആ ഒരു 59% ഓഫ് പീപ്പിൾസും അവരും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഈ ഓൺലൈനിലൂടെയുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ, അതാണ് അവരും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് HMS വിൽ എൻഹാൻസ്, അതോടൊപ്പം തന്നെ എന്താണ്? ബുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുക, അതേപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, പിന്നെന്താണ് റിമൈൻഡേഴ്സ് ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്? You will have enhanced patient engagement, a reduction in waiting times and improved patient satisfaction. ഇനി അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? നമുക്ക് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പൊ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നതെങ്കിൽ അധിക ടൈം എന്താണ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനോട് കൂടി പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങാവുന്നതാണ്. ക്ലിയർ ആണോ? ബെനിഫിറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് അതിൽ പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദി ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലും പേഷ്യന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണത്? ഏതൊക്കെ രീതിയിലാണ് ഇംപ്രൂവ് ആകുന്നത്? പറയൂ. മെഡിക്കൽ റെക്കോർഡ്സും ബുക്ക് അപ്പോയിന്റ്മെന്റ്, റിമൈൻഡേഴ്സ്.
ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഇത്തരം കാര്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് എന്താണ് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ 59% ഓഫ് ആ ഓൾഡ് ജനറേഷനും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഓൺലൈൻ ആക്സസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത്തരം ബെനിഫിറ്റ്, ഇത്തരം കാര്യങ്ങൾ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നത് കൊണ്ട് തന്നെ എന്താണ്, പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ അധിക ടൈം എന്താണ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ ഒരു എൻക്വയറി, ഇപ്പൊ ബെഡ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. എന്തുകൊണ്ടത്, ഓൾറെഡി ആ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് ആ റിസപ്ഷനിസ്റ്റിന് കഴിയുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് ബെനിഫിറ്റ് ക്ലിയർ ആണോ? ആൻഡ് സെക്കൻഡ് വൺ നോക്കിക്കോളൂ, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. സെക്കൻഡ് ബെനിഫിറ്റ് ആണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. And HMS helps you maintain hospital data safe and secure. You can control and provide access to authorized personnel only. Make sure to look HIPAA compliant software for PHI security. ഓക്കെ, ഇനി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസ്, ഒരു പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് എന്താണ് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഓതറൈസ്ഡ് ഉദ്യോഗസ്ഥന് മാത്രമാണ് ഇതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ക്ലിയർ ആണോ ഇത്? അതേപോലെ തന്നെ ഹിപ്പ, HIPAA, ഹിപ്പ, അതിന്റെ ഫുൾ ഫോം എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ, പേഷ്യന്റിന്റെ ഇത്തരം സെൻസിറ്റീവ് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ആക്ട് ആണ്, നിയമമാണ് എന്ത്, ഹിപ്പ എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. അതായത് പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്താണ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന അതിനുള്ള ഒരു ആക്ട് ആണ് ഹിപ്പ എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് ഹിപ്പ? HIPAA എന്താണ്? നോട്ട് ചെയ്തു എല്ലാവരും? എന്തായിരുന്നു? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് ഡേ. പോർട്ടബിലിറ്റി ആൻഡ് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ആക്ട് ആണ്. എന്തിനു വേണ്ടിയുള്ള ആക്ട് ആണ്? പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്ട് ആണ് ഹിപ്പ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ PHI സെക്യൂരിറ്റി. PHI എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. ഒന്നുകൂടി പറയാവോ? ഏതാടാ? ഹിപ്പയാണോ? HIPAA ആണോ? ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി, PORTABILITY, പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ACCOUNTABILITY, അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. കിട്ടിയോ? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്തിനു വേണ്ടി? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? രോഗികളുടെ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആക്ട് ആണ്. ഓക്കെ, ദെൻ PHI എന്തായിരുന്നു? PHI പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയിൽ എന്താ പറയുന്നത്? നമ്മൾ അവിടെ കളക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡാറ്റാസും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓതറൈസ്ഡ് ഉദ്യോഗസ്ഥന് മാത്രമാണ് ഈ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെന്താണ്? പേഷ്യന്റിന്റെ ഇത്തരം ഡാറ്റാസ് നമ്മൾ PHI, അതായത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, PHI സെക്യൂരിറ്റി, PHI protected health information, protected health information.
നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മുടെ എന്താണ് ട്രീറ്റ്മെന്റ് അത്തരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ, കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ എന്താണ് HIPAA HIPAA അതായത് HIPAA പറയുന്ന ആക്ട് പറയുന്ന പ്രകാരമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കണം ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? HIPAA അത് ആക്ട് പറയുന്ന പ്രകാരമുള്ള എല്ലാ പോളിസീസും പാലിച്ചിട്ടായിരിക്കണം സോഫ്റ്റ്വെയറിലൂടെ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ എന്താണ്? HIPAA 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 എന്താണ്? ഒരു ആക്ട് ആണ്. എന്തിനുള്ള ആക്ട് ആണ്? പേഷ്യന്റിന് സെൻസിറ്റീവ് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആക്ട് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. PHI എന്തായിരുന്നു? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻസ്. ഓക്കെ, അപ്പൊ അതിലെന്താ പറയുന്നത്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയിൽ എന്താ പറയുന്നത്? ഒരു പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കണം എന്ത് യൂസ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലുകൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Then protected health information. Information. Protected health information. Okay. Okay. Then improved access to patient data. Third benefit എന്താണ്? Improved access to patient data. You can have easy entrance to all patient-related data on a system using an HMS. You can also approach data such as patient history, doctors engaged, test result, billing details, and much more with just a few clicks. ഇനി ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? പേഷ്യന്റിന്റെ ഡാറ്റയിലേക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഓതറൈസ്ഡ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതായത് അവരുടെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി നോക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ട് ടെസ്റ്റിന്റെ റിസൾട്ട് ബില്ലിംഗ് ഡീറ്റെയിൽസ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈസിലി എന്താണ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഫാർമസിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ്, ഓക്കെ, അപ്പൊ ഡോക്ടർ നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് അവർ മെഡിസിൻസ് നൽകുന്നത് അല്ലെ. അപ്പൊ ഡോക്ടർ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ഫാർമസിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് ആ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. പേഷ്യന്റിന്റെ ഡാറ്റ ഈസിലി അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ച ബെനിഫിറ്റ്? ഏതൊക്കെയാ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? improved communication between the patient and the hospital. ഹോസ്പിറ്റലും പേഷ്യന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയറിലൂടെ കഴിയുന്നുണ്ട്. അതായത് എന്താണ് അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഓൺലൈൻ ആയിട്ട് നടത്താവുന്നതാണ്. അതേപോലെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഈസിലി കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് എന്താണ് എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ എന്തായിരുന്നു? Secured hospital data. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റാസ് വളരെ സേഫ് ആയിട്ടാണ് ഈ സോഫ്റ്റ്വെയറിൽ കളക്ട് ചെയ്യപ്പെടുന്നത്. ഇനി HIPAA പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും അനുസരിച്ചായിരിക്കണം ഒരു പേഷ്യന്റിൽ നിന്നും സോഫ്റ്റ്വെയർ വഴി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത്. ദെൻ ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. ഓക്കെ, പേഷ്യന്റിന്റെ ഡാറ്റ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഏത് സ്റ്റാഫിന് വേണമെങ്കിലും ഈസിലി എന്താണ് ആക്സസ് ചെയ്യാനായിട്ട്, ഓക്കെ, ഓതറൈസ്ഡ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് കേട്ടോ, അവർക്ക് എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ ഫോർത്ത് വൺ ആണ് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. Streamline your hospital workflows by automating routine jobs like appointment or stock management.
This decreases the time and effort required to perform these jobs and the turnaround time. It also helps hospital staff to focus on more critical patient care areas. സ്റ്റീം ലൈൻ എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, അതായത് അപ്പോയിന്റ്മെന്റ് സെക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി, അവരുടെ ആ വർക്ക് ലോഡ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എഫേർട്ട് ഇടേണ്ട ഒരു വർക്കാണ് അല്ലേ? ധാരാളം പേഷ്യന്റ് ഡെയിലി വരുന്നതാണ്. അതേപോലെ സ്റ്റോക്ക് മാനേജ്മെന്റ്, സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് ഒരാൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ടൈം എക്സ്പെൻസീവ് ആയിട്ടുള്ള, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഒരു ഹോസ്പിറ്റലിലെ ഇത്തരം സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി സ്റ്റോക്ക് ഒക്കെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇന്ന ടൈമിനുള്ളിൽ സ്റ്റോക്ക് റീഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാഫിന്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ അപ്പൊ ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസ്. സോ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൂടുതൽ ടൈം പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം, അതായത് ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അവരുടെ സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ ഇത്? അതിന്റെ 5th പോയിന്റ് നോക്കിക്കോളൂ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Cost effectiveness. Introducing an HMS can lead to significant cost saving for hospitals. It helps by screen. Okay, Rijo screen ഒന്ന് scroll ചെയ്യാമോ റിജോ? Cost effectiveness. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overhead, enhancing resource allocation, and reducing the wastage of medical supplies. An HMS can also maximize revenue streams by making sure timely billing and reading claim ഡിനയൽസ്. ഇനി കോസ്റ്റ്, ചെലവുകൾ, ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഏത് രീതിയിലേക്കാണ്? നമ്മൾ പറഞ്ഞു സ്റ്റാഫുകളെ ഓവർസീ ചെയ്യുന്നതിന് ഓരോ സ്റ്റാഫുകളെയും പർട്ടിക്കുലർലി നമ്മൾ നിയമിക്കണം, വേണ്ടേ? അപ്പോൾ സ്റ്റാഫുകൾ വരുന്നതും പോകുന്നതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിസിൻസ് അത് റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി മുന്നെങ്ങനെയായിരുന്നു, ഒരു സ്റ്റാഫ് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യണം, ഈ മരുന്ന് അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കും, ഇന്ന ഡേറ്റിനുള്ളിൽ റീപർച്ചേസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടി വരുന്ന എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ റവന്യൂ കൂട്ടാനായിട്ട്, ഒരു ഹോസ്പിറ്റൽസിന്റെ റവന്യൂ കറക്റ്റ് ടൈമിൽ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതായത് കറക്റ്റ് ടൈമിൽ ബില്ല് കൊടുക്കുക, ഓക്കെ, ക്ലെയിംസുകൾ, ഇൻഷുറൻസ് ക്ലെയിംസുകൾ ഡിനൈലായി പോകുന്നത് റെഡ്യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലൂടെ ഹോസ്പിറ്റൽസിന്റെ റവന്യൂ കറക്റ്റ് ടൈമിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇതാണ് 5th പോയിന്റ്, കോസ്റ്റ് എഫക്റ്റീവ്നെസ്. കോസ്റ്റ് ചെലവ്, ഹോസ്പിറ്റൽസിലെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാം ഒന്നുകൂടി പറയൂ അത് ആ പോയിന്റ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് പറയാം. നമ്മുടെ HMS, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള എക്സ്പെൻസുകൾ വരാറുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിന് മുന്നത്തെ ആ ഒരു ജനറേഷൻ ആയിരുന്നെങ്കിൽ ഏത് രീതിയിലായിരുന്നു?
ഇപ്പൊ സ്റ്റോക്ക് റീഫില്ല് ചെയ്യണം, ഒരു സ്റ്റാഫ് തന്നെ എല്ലാ കാര്യങ്ങളും എന്താണ് ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലെ. ഇതിനു വേണ്ടി കുറച്ച് സ്റ്റാഫുകളെ അസൈൻ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റീഫില്ലിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഇത് അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കുറച്ച് സ്റ്റാഫുകളെ ആ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവിന് കറക്റ്റ് ടൈമിൽ ഇന്ന ടൈമിൽ എന്താണ് മരുന്ന് റീഫില്ല് ചെയ്യേണ്ടതാണ്, അതിനുള്ളൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള എക്സ്പെൻസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ടാകുന്ന റവന്യൂ കറക്റ്റ് ടൈമിൽ ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ബാക്കി പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ ലാബ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ റൂമിൽ ഇരുന്നുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മിസ്റ്റേക്സുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്, റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? സപ്ലൈ മാനേജ്മെന്റ് അല്ലേ? അവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്? സപ്ലൈ മാനേജ്മെന്റ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി HMSന്റെ ഹെൽപ്പോട് കൂടി എന്താണ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകൾക്ക് കഴിയുന്നുണ്ട്. എന്തൊക്കെയാണത്? സപ്ലൈ മാനേജ്മെന്റ്. എന്തായിരുന്നു സപ്ലൈ മാനേജ്മെന്റിൽ പഠിച്ചത്? വേഗം പറഞ്ഞോളൂ. എന്താ സപ്ലൈ മാനേജ്മെന്റ്? സപ്ലൈ മാനേജ്മെന്റ്. മെഡിസിന്റെ ഷോർട്ടേജ്, ഈ സോഫ്റ്റ്വെയർ വഴി മെഡിസിന്റെ ഷോർട്ടേജ് അറിയാൻ പറ്റുന്നു. മെഡിക്കൽ സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നു. ഓക്കെ, ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ അവൈലബിൾ ആണോ എന്നൊക്കെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി കഴിയുന്നതാണ്. ഇനി സപ്ലൈയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? പർച്ചേസ് ഡേറ്റ്, ക്വാണ്ടിറ്റി, സപ്ലയർ ഡീറ്റെയിൽസ്. ഡേറ്റ് എന്നാണ് പർച്ചേസ് ചെയ്തത് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സപ്ലയറിന്റെ ഏത് സപ്ലയറിൽ നിന്ന് ആരിൽ നിന്നാണ് ഇത് വാങ്ങിയത്, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തായിരുന്നു? ഒരു ഹോസ്പിറ്റൽസിന്റെ എന്താണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സുകളും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണത്? ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസിന്റെ എക്സ്പെൻസ്, ഇൻകം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ ഇൻഷുറൻസ് മാനേജ്മെന്റ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ ഡാറ്റാസ് എന്താണ് സ്റ്റോർ ചെയ്യാനായിട്ടും അത് ആവശ്യമുള്ളപ്പോൾ റിട്രീവ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. ദെൻ ലബോറട്ടറി മാനേജ്മെന്റ്, ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യാനും അത് എന്താണ് ഡോക്ടേഴ്സിന് ഈസിലി ആ ഡാറ്റാസ് ആക്സസ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. ദെൻ റിപ്പോർട്ട് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽസിലെ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ടൈപ്പ് ഓഫ് റിപ്പോർട്ടുകളും എന്താണ് എല്ലാ ഡാറ്റാസും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കളക്ട് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇനി ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആണെങ്കിലോ ഹോസ്പിറ്റല് എന്താണ് പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി മുൻ വർഷത്തെ വരുമാനവും ഈ വർഷത്തെ വരുമാനവും അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ഇത്തരം എന്താണ് ഈസിലി നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വാക്സിനേഷൻ മാനേജ്മെന്റ് എന്തായിരുന്നു? വാക്സിനേറ്റഡ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും.
ഓക്കെ, വാക്സിനേഷൻ എടുക്കേണ്ട തീയതി അല്ലെങ്കിൽ എന്താണ്, എത്ര വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ എന്താണ്, ഡോക്ടറെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം എന്താണ് നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ. ആൻഡ് സപ്പോർട്ട് മാനേജ്മെന്റ് എന്തായിരുന്നു? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. ദെൻ എൻക്വയറീസ്, കംപ്ലൈന്റ്, പേഷ്യന്റിന്റെ റിക്വസ്റ്റ്, ഫീഡ്ബാക്ക് ഒക്കെ ഇതിലൂടെ അറിയാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങൾ എന്താണ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആണെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ഫീഡ്ബാക്കുകൾ പേഷ്യന്റിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ബെനിഫിറ്റ് ഏതൊക്കെയായിരുന്നു? ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് ഏതൊക്കെയാ? ഫസ്റ്റ് ബെനിഫിറ്റ് എന്തായിരുന്നു? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഏത് രീതിയിലാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നത് കമ്മ്യൂണിക്കേഷൻ? ഓൺലൈൻ ആക്സസ് ചെയ്യുന്നത് കൊണ്ട്, ഓൺലൈൻ വഴിയെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് അത് ചെയ്യാനും ബുക്ക് അപ്പോയിന്റ്മെന്റ്സ് നടത്താനും നമുക്ക് റിമൈൻഡേഴ്സ് ഒക്കെ ലഭിക്കുന്നു. അതുവഴി എന്താണ് ടൈം റെഡ്യൂസ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡേറ്റ. എന്താണ് അതിൽ പറയുന്നത്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ഹോസ്പിറ്റല് കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റാസും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയർ വഴി ആയിരിക്കണം ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത്. ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനുള്ള ആക്ട് ആണ് ഏത്? ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ. ദെൻ ദ തേർഡ് ബെനിഫിറ്റ് എന്തായിരുന്നു? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. എന്തായിരുന്നു അതിൽ പഠിച്ചത്? ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് ഓതറൈസ്ഡ് പേഴ്സണെ പേഷ്യന്റിന്റെ ഡേറ്റ ഈസിലി ആക്സസ് ചെയ്യാൻ കഴിയുന്നു. അതായത് പേഷ്യന്റ് ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, ബില്ലിംഗ് ഡീറ്റെയിൽസ് ഇതൊക്കെ ഈസിലി ചെക്ക് ചെയ്യാനും ആക്സസ് ചെയ്യാനും കഴിയുന്നതാണ്. ദെൻ റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. അതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. സ്റ്റാഫിന്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനും ആ ഒരു പ്രോസസ്സിന് വേണ്ടി ചെലവാക്കേണ്ട ടൈം റെഡ്യൂസ് ചെയ്യാനും എന്താണ്, ടൈം സേവ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വഴി കഴിയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ആയിരുന്നു, ഫിഫ്ത്ത് വൺ ആയിരുന്നു കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പ്രൈസ് അല്ലെങ്കിൽ എന്താണ് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യാനും കറക്റ്റ് ടൈമിൽ ഇൻകം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? നമ്മൾ ബെനിഫിറ്റ്സിൽ ഒരു 5 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. 5 പോയിന്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റിമൈനിങ് 4 പോയിന്റ്സ് വരുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ ബെനിഫിറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.